ഇടമലക്കുടി നിവാസികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുന്നത് പരിശോധിക്കുമെന്നാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ.എ. തുളസി പറഞ്ഞത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രദേശം സന്ദർശിക്കുമെന്നും മന്ത്രി ഇന്ന് ഹെലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. വനം മന്ത്രിയുമായിട്ട് ഈ വിഷയം സംസാരിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് ചെലവഴിക്കുന്നതിൽ കാലാകാലങ്ങളായി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അത് വളരെ ചെങ്കുത്തായ മേഖലയാണ്. അവിടെ റോഡിന് നിലവിൽ പ്രപ്പോസൽ ഇല്ല. ഞാൻ അടുത്ത ദിവസം തന്നെ ആ പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി ആ വിഷയത്തിൽ ഇടപെടും. കഴിഞ്ഞ ദിവസം വയോധികനായ ഒരു രോഗിയെ വടിയിൽ തുണി കെട്ടി ചുമന്നുകൊണ്ടുപോകുന്ന വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്. അനുരു അശോകൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നുണ്ട്. അനുരു, കാലങ്ങളായി ഇടമലക്കുടിയിലെ ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് സ്വന്തമായിട്ടൊരു റോഡ് വേണം എന്നുള്ളത്. അത് പല കാര്യങ്ങളിൽ തട്ടി നീണ്ടുപോവുകയായിരുന്നു. ഇനിയിപ്പം റോഡിൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടോ എന്ന ചോദ്യത്തിനെ പ്രസക്തിയില്ല. ഇന്നലെ കൂടി നമ്മൾ സമാനമായ ഒരു ദൃശ്യം കണ്ടതേയുള്ളൂ. അതിലാണ് മന്ത്രിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അവിടെ സന്ദർശിക്കുമെന്നും കാര്യങ്ങൾ പരിശോധിക്കുമെന്നും. തീർച്ചയായിട്ടും സേതു, ന്യൂസ് മലയാളമാണ് ഇത്തരമൊരു ദയനീയ കാഴ്ച കേരള സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചത്. കാരണം 2026-ലും ഇത്തരം കാഴ്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് അപമാനകരമാണ്. ഈ വിഷയത്തിലാണ് ഇന്ന് പട്ടികജാതി പട്ടികവർഗ മന്ത്രി തുളസിയുടെ പ്രതികരണം ന്യൂസ് മലയാളത്തിന് ലഭിക്കുന്നത്. അവർ പറയുന്നത് ഈ പ്രശ്നം നടക്കുന്നത് കൂടൽക്കുടി ചെങ്കുത്തായ ഭാഗത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അവിടെ നിലവിൽ റോഡില്ലാത്തതാണ്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് ഇത്തരത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് താൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രദേശം സന്ദർശിക്കുമെന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. കൂടാതെ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഇടമലക്കുടിയിലെ റോഡിൻ്റെ പ്രശ്നത്തിൽ ഇന്ന് ക്യാബിനറ്റ് യോഗമുണ്ട്. ഇത് കഴിഞ്ഞാൽ വനം മന്ത്രിയുമായി താൻ ചർച്ച നടത്തുമെന്നും മന്ത്രി പറയുന്നുണ്ട്. പലപ്പോഴും ഇവിടെ ഇടമലക്കുടിയിലെ റോഡ് നിർമ്മാണത്തിന് തടസ്സം ഭൂപ്രകൃതി മാത്രമല്ല, വനം വകുപ്പിൻ്റെ ചില നിയമങ്ങൾ കൂടി തടസ്സമായിട്ടുണ്ട്. ഈ നിയമ തടസ്സങ്ങളെ എങ്ങനെ പരിഹരിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് എങ്ങനെ ഒരു റോഡ് മാർഗം സാധ്യമാക്കും എന്നുള്ളതാണ് ഇന്ന് വനം മന്ത്രിയുമായി ചർച്ച നടത്തുക എന്നുള്ളത് തുളസി പറയുന്നു. കൂടാതെ ഈ ഓണക്കാലത്ത്, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ ഓണക്കാലത്ത് ആദിവാസികളിലെ മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ളവർക്ക് ഓണക്കോടി വിതരണം ചെയ്യുന്ന പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ LDF സർക്കാർ വന്ന കാലത്ത് 10 വർഷമായി ഈ ഓണക്കോടിക്ക് പകരം 1000 രൂപയാണ് ഈ ആദിവാസി ഏറ്റവും പ്രായമേറിയവർക്ക് നൽകിയിരുന്നത്. പക്ഷേ ഇത്തവണ മുതൽ ആ പണം നൽകില്ല, പകരം ഓണക്കോടിയായിട്ട് തന്നെ നൽകും. ഓണത്തിന് ഓണക്കോടിയാണ് നൽകേണ്ടതെന്നുള്ള ഒരു നിലപാടാണ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇടമലക്കുടി അടക്കം പല ആദിവാസി ഊരുകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഓരോ വർഷവും കോടികളാണ് ചെലവഴിക്കുന്നത്. പലപ്പോഴും ഈ ഫണ്ടുകൾ അവരുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വികസനത്തിന് വേണ്ടി ചെലവഴിക്കാതെ പലപ്പോഴും ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ചേർന്ന് തട്ടിയെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അത് മന്ത്രി തന്നെ അംഗീകരിക്കുകയും ന്യൂസ് മലയാളത്തോട് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ടുകളൊന്നും കൃത്യമായിട്ട് കാര്യക്ഷമമായി അവരുടെ വികസനത്തിന് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി വകയിരുത്തിയില്ല എന്നുള്ള ഒരു മറുപടി കൂടി മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ക്രമക്കേടുകളും ഈ വീഴ്ചകളും ഒക്കെ പരിശോധിച്ചുകൊണ്ടാവും ഇനി തുടർന്ന് വകുപ്പ് മുന്നോട്ട് പോകുന്നതെന്നും കൂടി മന്ത്രി പറയുന്നു. സേതു, ശരി അനുരു, ശരി. മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്.